പീഡിപ്പിക്കപ്പെട്ട കൊട്ടേഷൻ കൊണ്ട് കൊലപാതകമല്ല, കൊട്ടേഷൻ കൊടുത്ത് പീഡിപ്പിക്കപ്പെട്ടതാണ്. പ്രതിക്കൂട്ടിൽ കയറിയവരെയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ? ഞാൻ തന്നെ കണ്ടപ്പോ ഭയപ്പെട്ടു പോയി. അവർ എങ്ങനെ ഈ ഒരു രാത്രി ഇവരെ ഫേസ് ചെയ്തു എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, വിധി പറഞ്ഞതും ഒരു ലേഡി ജഡ്ജ് തന്നെയാണ്. അതിജീവിതയ്ക്ക് വേണ്ടി വക്കാലത്തെടുത്തത് ഒരു ലേഡി, നീതിയുക്തമായി നിൽക്കുന്ന അഡ്വക്കേറ്റ് മിനി അഭിഭാഷക. അപ്പോൾ നമ്മൾ ഈ സ്ത്രീകൾക്ക് വേണ്ടി, പക്ഷെ നമ്മൾ തളരരുത്. കാരണം നമുക്ക് ഇതിനു മേലെയും നമുക്ക് കേസുകൾ ഫൈറ്റ് ചെയ്യാം, വിധി വാങ്ങിച്ചെടുക്കണം. കാരണം ഈ അതിജീവിത കടന്നുപോയ ഒരു മെന്റൽ ട്രോമയുണ്ട്. ആ ട്രോമ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഈ പീഡനങ്ങൾ അനുഭവിക്കുന്ന ഓരോ സ്ത്രീകളും കടന്നു പോകുന്ന മെന്റൽ ട്രോമയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്. അവരെ ആര് സംരക്ഷിക്കപ്പെടും? ഇന്ന് അവർ കടന്നു പോകുന്ന മെന്റൽ ട്രോമ ഉണ്ടാവാം. അവർക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി വാദിച്ച അഭിഭാഷക കടന്നു പോകുന്ന ഒരു മെന്റൽ ട്രോമ ഉണ്ടാവാം. ഞാനും ഇതുപോലെ ഒരുപാട് കേസിൽ കടന്നുപോയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഇങ്ങനെ ഒരു വിധി ഞാൻ ഒരിക്കലും ഒരു അഭിഭാഷക എന്ന നിലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. സ്ത്രീകൾക്ക് നീതി കിട്ടും. കാരണം അതിജീവിത വ്യക്തമായ തെളിവുകളുണ്ട്. അതായത് ഇതിൽ നേരത്തെ ഒരാൾ പറഞ്ഞു കേട്ടു, പിന്നെ ഇമോഷണൽ അനുസരിച്ച് ജനങ്ങളുടെ വികാരത്തിനനുസരിച്ച് കോടതിയോട് പ്രവർത്തിക്കാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ. കോടതിയിൽ വ്യക്തമായി ഇത്രയും 8 വർഷം നീണ്ട കേസല്ലേ ഇത്. പ്രോസിക്യൂഷൻ വാദങ്ങളെല്ലാം നടന്നു, തെളിവുകളെല്ലാം നടന്നല്ലോ. ഇത്രയും സമയമെടുത്ത് കോടതി കണ്ടെത്തുമ്പോൾ അത് നീതിയുക്തമായ ഒരു വിധിയായിരിക്കണം. നീതി 8 വർഷം അതിജീവിത കടന്നുപോയതാണ്. അപ്പോൾ ഒരു വിധി പറയുമ്പോൾ, ഇനി വിധി പറയാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രശ്നമുണ്ടെങ്കിൽ മാന്യമായി. ഞാൻ പറയാനുള്ളത്, ഈ ചേച്ചിയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഈ അതിജീവിത ഒരുപാട് ട്രോമയിലൂടെ കടന്നുപോയി എന്നൊക്കെ പറയുന്നുണ്ട്. കടന്നു പോയി എന്ന് വിചാരിച്ച് ഓക്കെ, ഓഫ് കോഴ്സ് ഒരുപാട് ട്രോമ വഴി ഈ കടന്നു പോയിട്ടുണ്ടാവാം, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം, പീഡിപ്പിക്കപ്പെട്ടു, ഓക്കെ, സമ്മതിച്ചു. അതുകൊണ്ട് ഒരു നിരപരാധിയെ തൂക്കിക്കൊല്ലണം? അതുകൊണ്ട് ഒരു നിരപരാധി ആയ ദിലീപിനെ വെടിവെച്ച് കൊല്ലണം? അവരൊരുപാട് ട്രോമ വഴി കടന്നുപോയി എന്ന് വെച്ചിട്ട് ഒരു നിരപരാധിയെ തൂക്കിക്കൊല്ലാൻ വിധിക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇത് നിങ്ങളെ ഈ പറയുന്ന പോലെ പബ്ലിക് ഒപ്പീനിയൻ നോക്കിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരമോ അല്ല കോടതി ഒരു വിധി വിധിക്കുന്നത്. കോടതിയുടെ മുമ്പിൽ വരുന്ന തെളിവുകൾ നോക്കിയിട്ടാണ് ഒരു ജഡ്ജ് തീരുമാനം എടുക്കുന്നത്, ഒരു വേർഡിക്റ്റ് പുറപ്പെടുവിക്കുന്നത്. എന്തൊക്കെ കോമൺ സെൻസ് ഇല്ലാത്ത ആൾക്കാരാണ് ഈ കേരളത്തിലുള്ളത്. കിടന്നിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 8-8.5 വർഷമായിട്ട് ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, ദിലീപ് കുറ്റക്കാരനാണെന്ന് പറയാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ എന്ത് എവിഡൻസ് ആണ് ഉള്ളത്? ഇപ്പോഴെങ്കിലും ദിലീപിൻ്റെ ലോയറോ പ്രോസിക്യൂഷനോ പോലീസോ അല്ലെങ്കിൽ ഈ മാഡമോ ആരെങ്കിലും പറയുന്നുണ്ട് ദിലീപിനെതിരെ എന്താണ് സ്ട്രോങ് എവിഡൻസ്? ദിലീപിനെതിരെ ഒരു സ്ട്രോങ് എവിഡൻസ് കൊടുത്തിട്ട് കോടതി അതിൻ്റെ പേരിൽ ദിലീപിനെ ശിക്ഷിക്കുന്നില്ല എങ്കിൽ ഓക്കെ, ഞങ്ങളുൾപ്പെടെ എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കാം. ഞാനിപ്പോഴും ചോദിക്കുന്നു, ആരെങ്കിലും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യ്. ഒരു ക്രിമിനൽ പൾസർ സുനി പറഞ്ഞ മൊഴിയല്ലാതെ ദിലീപിനെതിരെ എന്ത് സ്ട്രോങ് എവിഡൻസ് ആണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ദിലീപ് കൊടുത്ത കൊട്ടേഷൻ പ്രകാരമാണ് ഈ പീഡനം നടന്നിട്ടുള്ളതെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? പ്ലീസ് ടോക്ക് വിത്ത് ദ ഫാക്റ്റ്. അല്ലാണ്ട് വെറുതെ ഇമോഷനും കൊണ്ട് കരഞ്ഞ് വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഇമോഷൻ കൊണ്ടല്ല പറയേണ്ടത്, ഫാക്റ്റ് വെച്ച് നിങ്ങൾ പറയണം. പബ്ലിക്കിൻ്റെ മുമ്പിൽ പറയണം, ദിലീപിനെതിരെ ഈ സ്ട്രോങ് എവിഡൻസ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കോടതി അത് മുഖവിലയ്ക്ക് എടുത്തില്ല. എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? നിങ്ങൾ പറയൂ, ഞാൻ വെല്ലുവിളിക്കുന്നു. പക്ഷേ നിങ്ങൾക്കത് പറയാൻ സാധിക്കുമോ? പക്ഷേ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാക്റ്റ് വെച്ചിട്ടുള്ള റീസൺസ് അവർ പറയുന്നുണ്ട്. അവർ പറയുന്ന റീസൺസൊക്കെ റിയൽ ഫാക്റ്റാണ്. അല്ലാണ്ട് നിങ്ങളെപ്പോലെ വെറുതെ ഇമോഷൻ കൊണ്ടും വെറുതെ കരഞ്ഞ് എന്തൊക്കെയോ വായ തോന്നിയത് പറയുന്നതല്ല അവർ പറയുന്നത്. ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഫാക്റ്റ് വെച്ചാണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ ഫാക്റ്റ് വെച്ച് ദിലീപ് കുറ്റക്കാരനാണെന്ന് ഉറപ്പിക്കുന്ന എന്ത് തെളിവാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്?